ക്ലൈമാക്സ് ആണ് നമുക്ക് ഇത്തിരി കൺഫ്യൂഷൻ വരുന്നത്. അത് യഥാർത്ഥ ജയറാമാണോ മരിച്ചത്, അല്ലെങ്കിൽ ജയറാമിൻ്റെ അപരനാണോ മരിച്ചത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ജയറാം ആക്ച്വലി ജയറാമാണോ അല്ലെങ്കിൽ പറഞ്ഞ ജയറാമിൻ്റെ വില്ലനായിട്ടുള്ള അപരനാണോ ആക്ച്വലി വില്ലൻ എന്നുള്ള. ഈ പടത്തിൻ്റെ എൻഡ് ക്രെഡിറ്റ്സ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ജയറാമിൻ്റെ പേര് വിശ്വനാഥൻ എന്നാണ്. വിശ്വനാഥൻ എന്ന് പറയുന്നത് അവിടുത്തെ ആളാണ്. പക്ഷേ അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേ തീ നോക്കിക്കൊണ്ട്, ചാമ്പലായി കിടക്കുന്ന തീ നോക്കിക്കൊണ്ട് നമ്മുടെ ജയറാമിൻ്റെ ഒരു ചിരിയുണ്ട്. അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെയുള്ള ചടങ്ങുകളൊന്നും പാടില്ലെന്ന്. ഇതിപ്പോ എന്നാലും കഷ്ടമായി. ഒരു കായൽ കിടക്കുവായിട്ട് കല്യാണമൊക്കെ ഏതാണ്ട് ഉറപ്പിച്ച പോലെ നമ്മുടെ കഴിയിലേക്ക് നാശമുടി വന്നു അവിടെ കിടക്ക്. ഈ പയ്യൻ ഇതാരാ ഈ നാട്ടിലെ ശത്രുക്കൾ? ഈ നാട്ടുകാരായിരുന്നു ഇവിടെ വന്നൊന്നും അല്ലടോ.
അവര് പ്ലാൻ ചെയ്ത് വേറെ ബോട്ടിൽ പിന്നാലെ വന്നതാ. ആണോ? ചുമ്മാതിരി. എന്തോന്ന് ചുമ്മാതിരി. ആദ്യം അവരില്ലേ ആ ലൈറ്റ് ഹൗസിന് ഭാഗത്ത്. എന്തല്ല എടുത്തോളാം. ഈശ്വര. അച്ഛാ, ഇത് ഞാനാ, വിശ്വനാഥൻ, അച്ഛന്റെ മോൻ. എനിക്കൊന്നും പറ്റിയിട്ടില്ല അച്ഛാ. ഞാനിതാണ്. അതന്ന് ഞാൻ പറഞ്ഞില്ലേ, അവനാ. അപ്പോ നിന്റെ സർട്ടിഫിക്കറ്റ്സും ബാഗും? അതല്ലേ എന്റെയാ, അവന്റെ അടുത്ത് പെട്ടുപോയതാ. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എന്തെങ്കിലും പറയാം. ഇപ്പൊ ഞാൻ പോവാ. പോയാല് ഏതായാലും പോയേ വെക്കുള്ളൂ. നിന്നാൽ ആകെ പ്രശ്നമാവും. എന്നെ നാളെ ഇവിടെ കണ്ടാൽ വീണ്ടും കുഴി മാന്താനും ചെകയാനും ഞാനും കൂടി ഉൾപ്പെട്ടൊരു മർഡറാ. കൊന്നത് ഞാനില്ലേലും. ഇതച്ഛൻ വെച്ചോ. സിന്ധുവിന്റെ കല്യാണം നടത്താൻ വേണ്ടി ക്യാഷ് ഇതിലുണ്ട്. കേമായിട്ട് നടത്താൻ വേണ്ടി ഇതിലുണ്ട്. സുമംഗല ടീച്ചറെ കൊണ്ടുവന്ന ആ എഞ്ചിനീയറുടെ അലന വിടണ്ട. ഇത് ഞാനുണ്ടാക്കിയതല്ല. എന്നെ കൊണ്ടുവന്ന് സാധിക്കില്ല. ഇത് അവന്റെയാ, അവന്റെ പ്രായച്ചിത്വ. ഞാൻ പോവുകയായി. നമ്മൾ കണ്ട കാര്യം അമ്മയോട് പോലും ഇപ്പൊ പറയരുത്. ആദ്യം സിന്ധുവിന്റെ കല്യാണം നടക്കട്ടെ. ഞാൻ ജീവനോട് ഉണ്ടെന്ന് എല്ലാവരും അറിഞ്ഞാ ചിലപ്പോ അതൊരിക്കലും നടക്കാതെ പോലും പോവും. അല്ല, നിന്റെ സർട്ടിഫിക്കറ്റ്സും ബാഗും? ഇനിയിപ്പോ ഉടനെ ഇത് വേണ്ടി വരും തോന്നില്ല. അതെല്ലാം വിശ്വനാഥന്റെ ആയിരുന്നില്ലേ. എനിക്കിനി അവനായിട്ട് മാത്രമേ കഴിയാൻ ഒക്കൂ, ഉത്തമനായിട്ട്. നമ്മുടെ ജയറാമിൻ്റെ ഒരു ശരിയുണ്ട്, ആ ക്ലൈമാക്സിലെ ശരി. അത് ലോക സിനിമയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്ലൈമാക്സ് ആയിട്ട് ഞാൻ കാണുന്ന ഒന്നാണ്.
ഇന്നത്തെ റിവ്യൂ. ഇതെൻ്റെ ഫസ്റ്റ് ഫിലിം റിവ്യൂ ആണ്. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. താങ്ക് യു. കുറേ പറയാൻ മറന്നുപോയി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം, ഈ മൂവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ ഈ ക്ലൈമാക്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻ്റായിട്ട് ആഡ് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലതായിരുന്നു. ഇത് പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. താങ്ക് യു.